ബൈ ബൈ KT ജലീൽ. തവനൂർ പറയുകയാണ്, വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. താൻ 10,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ജലീൽ തിരഞ്ഞെടുപ്പിന് ശേഷം അവകാശപ്പെട്ടത്. എന്നാൽ CPM ആദ്യഘട്ടത്തിൽ നടത്തിയ വിശകലനത്തിലാണ് തവനൂരിൽ VS ജോയി വിജയിക്കുമെന്ന് കണ്ടെത്തിയത്. മത്സരിക്കാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്മാറിയ ജലീലിനെ CPM നിർബന്ധിച്ചാണ് തവനൂരിൽ വീണ്ടും ഇറക്കിയത്. അതിനിർണായക തെരഞ്ഞെടുപ്പാണെന്നും തവനൂർ പിടിക്കാൻ ജലീൽ വേണമെന്നുമാണ് CPM പറഞ്ഞത്. വാക്ക് വിശ്വസിച്ച് പോരാട്ടത്തിന് ജലീൽ ഇറങ്ങിയെങ്കിലും വോട്ട് ചോർച്ചയുണ്ടായെന്നും 4000-ൽ പരം വോട്ടുകൾക്ക് ജലീൽ വീഴുമെന്നുമാണ് CPM പറയുന്നത്. 1% പോലും ക്രിസ്ത്യൻ വോട്ടർമാരില്ലാത്ത മണ്ഡലത്തിലേക്ക് VS ജോയി എന്ന യുവാവിനെ മത്സരിപ്പിച്ചതിന് യഥാർത്ഥ കേരള സ്റ്റോറി തവനൂരിൽ പിറക്കുമെന്ന് UDF പ്രഖ്യാപിച്ചതിൻ്റെ പേരിലും കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു തവനൂർ. അതേ ജോയി തന്നെ തവനൂരിൽ വിജയക്കൊടി നാട്ടിയാൽ അത് വൻ രാഷ്ട്രീയ അട്ടിമറിയായി വിലയിരുത്തും. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളേക്കാൾ ഉയർന്ന നിരക്കായ 77.08% പോളിംഗ് തവനൂരിൽ അവസാനിച്ചത്. ഇത് UDF തരംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2.7% വർധനവുണ്ടായിരിക്കുന്നത്. ഇത് ആർക്ക് അനുകൂലമാണ്, ആർക്ക് എതിരെയാണ് എന്നതിനും ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ വൻതോതിൽ പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് നിർണായകം. PDP LDFിനൊപ്പം നിന്നതോടെ ഇതെല്ലാം ആ സമുദായക്കാരനായ ജലീലിനെ തുണയ്ക്കുമെന്ന വിലയിരുത്തലിൽ നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. അതേസമയം പിണറായി സർക്കാരിനെ പുറത്താക്കാനുള്ള കേരള ജനതയുടെ പൊതുവായ തീരുമാനത്തിന്റെ പ്രകടനമാണ് വോട്ടെടുപ്പിലുണ്ടായ ആവേശത്തിന് കാരണമെന്ന മറ്റൊരു വിലയിരുത്തലുമുണ്ട്. ഭരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനൊപ്പം ജലീലിനും പിടിച്ചു നിൽക്കാനാകില്ലെന്നതിനാൽ VS ജോയി ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കുമെന്നാണ് ഈ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത്. SDPI പല മണ്ഡലത്തിലും LDFിനെ തുണച്ചെങ്കിലും തവനൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2000-ഓളം വോട്ട് പിടിച്ച പാർട്ടി ഇത്തവണ 5000-ഓളം വോട്ട് പിടിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതാണ് ജലീലിനെ അടിതെറ്റിച്ച ഘടകം. CPM BJP ഡീലുണ്ടെന്ന എതിർപക്ഷത്തിന്റെ ആരോപണങ്ങളും മത്സരിക്കാനില്ലെന്നും പറഞ്ഞ് മാറിയ സമയത്ത് ജലീൽ പറഞ്ഞ വാക്കുകളുമെല്ലാം വലിയ തോതിൽ ചർച്ചയായിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ വരെ കൊണ്ടുവന്ന് നടത്തിയ പ്രചാരണവും ജോയിക്ക് അനുകൂലമാകാനിടയായി. VS ജോയി ആകട്ടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അതേ രീതിയിലാണ് ഇത്തവണത്തെ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. 4000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചത്. ഇത്തവണ അതിന്റെ ഇരട്ടിയാണ് ജോയിയുടെ പ്രതീക്ഷ. വട്ടംകുളം പഞ്ചായത്തിൽ നിന്ന് 1500 വോട്ടിന് ലീഡ് ലഭിച്ചാൽ തന്നെ വിജയം ഉറപ്പാകുമെന്നും അവർ പറയുന്നുണ്ട്. LDFിന് വികസനം, ഭരണ തുടർച്ച എന്നീ 2 കാര്യങ്ങൾ മാത്രമായിരുന്നു കാര്യമായി തവനൂരിൽ പറയാനുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപക്ഷത്തും ആദ്യഘട്ടം വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ജലീലില്ലെങ്കിൽ പിന്നെ ആരെന്ന ചോദ്യം CPMനെ വലച്ചു. പല നേതാക്കളെയും പരിഗണിച്ചെങ്കിലും വിജയ സാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് ഒടുവിൽ അദ്ദേഹത്തിൽ തന്നെ എത്തിയത്. ഇത് CPMനുള്ളിൽ നല്ലൊരു വിഭാഗത്തിന്റെ അതൃപ്തിക്കും കാരണമായി. തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇവരെയൊക്കെ എത്തിക്കാൻ പാർട്ടി സംവിധാനത്തിനായെങ്കിലും വേണ്ടത്ര ഫലപ്രദമായ ഇടപെടലുണ്ടായിട്ടില്ലെന്നാണ് സൂചന. UDFിനാണെങ്കിൽ ആരെ നിർത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒടുവിൽ മണ്ഡലം മുസ്ലിം ലീഗിന് നൽകി മേഖലയിലെ നേതാവിന് സീറ്റ് കൊടുക്കാമെന്ന തീരുമാനം വന്നതായി വരെ പ്രചാരണം നടന്നു. പിന്നീട് പിണങ്ങി നിന്ന അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റടക്കം വാഗ്ദാനം ചെയ്ത് അനുനയിപ്പിച്ചാണ് VS ജോയിയെ പ്രഖ്യാപിച്ചത്. അപ്പോഴേക്കും ജലീൽ പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടപ്പാൾ, വട്ടകുളം, തവനൂർ, കാലടി, പുറത്തൂർ, തൃപ്രങ്ങോട്, മംഗലം എന്നീ പഞ്ചായത്തുകളിലെല്ലാം UDF ഭരണം നേടുകയും 9492 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തതും VS ജോയിക്ക് അനുകൂലമായ ഘടകമായി വിലയിരുത്തുന്നുണ്ട്. കനത്ത പോരാട്ടത്തിനൊടുവിൽ ഫിറോസ് കുന്നുപറമ്പിലിനോട് 2564 വോട്ടിനാണ് ജലീൽ കടന്നുകൂടിയത്.